ഞാനൊരു കഥ പറഞ്ഞുതരാം കേട്ടോ. ഞാൻ അറബി കോളേജിൽ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഫുഡ് കഴിക്കാനിരിക്കുമ്പോൾ ചിലപ്പോൾ സീനിയേഴ്സ് നമ്മുടെ ക്ലാസ് റൂമിലോട്ട് കയറി വരും. അവർ ജസ്റ്റ് നമ്മുടെ ഫുഡൊക്കെ എടുത്ത് കഴിച്ചു പോകും. തിരിച്ച് ഞങ്ങളും അതേപോലെ ചിലപ്പോൾ സീനിയേഴ്സിൻ്റെ റൂമിൽ പോവും. അവർ കൊണ്ടുവരുന്ന ഫുഡൊക്കെ എടുത്തിട്ട് കഴിക്കും. അങ്ങനെ ഒരു ദിവസം ഞങ്ങൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ഇറങ്ങുന്ന സമയത്ത് സീനിയേഴ്സ് ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഞങ്ങൾ 2-3 പേര് ഞങ്ങളവിടെ കയറി എല്ലാവരുടെ പ്ലേറ്റിൽ നിന്നും കുറേശ്ശെ എടുത്ത് കഴിച്ചു. അപ്പോൾ ഒരാളിൻ്റെ കയ്യിൽ പത്തിരിയും ചിക്കൻ കറി, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സാധനം കേട്ടോ. അങ്ങനെ അതിൽ നിന്ന് ഇച്ചിരി എടുത്ത് കഴിച്ചപ്പോൾ അടിപൊളി ടേസ്റ്റ്. ആലോചിക്കുമ്പോൾ ഇപ്പം തന്നെ നാവിൽ വെള്ളം ഊറുന്നുണ്ട്. അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു, ഇന്നീച്ച് കൊണ്ടുവരുമ്പോൾ ഇച്ചിരി കൂടുതൽ കൊണ്ടുവന്നുകൊണ്ടിട്ടോ എന്ന് പറഞ്ഞ് ഞാൻ ബുക്ക് ചെയ്ത് വെച്ചത് മാത്രമല്ല, ഇടയ്ക്ക് പിന്നെ അവളെ വീട്ടിൽ പോയി. അപ്പോൾ ഞാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഓളമ്മ പത്തിരിയും ബീഫ് വരട്ടിയതൊക്കെ ഉണ്ടാക്കി വെച്ചിരുന്നു. നേരത്തെ ബുക്ക് ചെയ്തുകൊണ്ടാണ് കേട്ടോ. അടിപൊളിയായിരുന്നു, ഭയങ്കര ടേസ്റ്റ് കേട്ടോ. പിന്നെ അവളുടെ കല്യാണം കഴിഞ്ഞു. പിന്നെ ഞാനും യൂണിവേഴ്സിറ്റിയിലോട്ട് മാറി. അങ്ങനെ മൊത്തത്തിൽ ആ ഒരു ബന്ധം അങ്ങോട്ട് കുറഞ്ഞു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് വാട്സപ്പിൽ സ്റ്റാറ്റസ് ഒക്കെ കാണുന്നതാണ്. അപ്പോൾ കുറച്ച് ദിവസം മുമ്പ് ഇതേപോലെ ഒരു സ്റ്റാറ്റസ് കണ്ടു. അവർ കുറച്ച് ഫുഡ് പ്രോഡക്റ്റ് ഒക്കെ ഉണ്ടാക്കി സെയിൽ ചെയ്യുന്നുണ്ടെന്ന്. ആ ഉമ്മ ഉണ്ടാക്കിയ ഫുഡല്ലേ, സൂപ്പറാവുമെന്ന് എനിക്ക് ഉറപ്പാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്കും വേണമെന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് മോക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് 1-2 സാധനങ്ങൾ അയച്ചു തന്നു. അപ്പോൾ എന്തായാലും നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുമല്ലോ. അങ്ങനെ ഞാനത് ടേസ്റ്റ് ചെയ്ത് നോക്കി. പറയാൻ പറ്റില്ല, നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അത് എന്തൊക്കെയാണ്? ഒന്ന് ഈത്തപ്പഴ ലേഹ്യം കൊണ്ടുവന്നു. ജസ്റ്റ് ഞാൻ ഒന്ന് കഴിച്ചു നോക്കിയിരുന്നു കേട്ടോ. അടിപൊളി. അത് കഴിച്ച് നോക്കിയതിന് ശേഷമാണ് എന്നാൽ പിന്നെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. അതായത് ഈ പാത്രം നോക്കൂ, ഇതിൽ എണ്ണ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയോ ഒന്നുമില്ല. നല്ല അടിപൊളിയായിട്ട് നല്ല ഡ്രൈ ആയിട്ട് ഇരിപ്പുണ്ട്. ദാ സ്പൂൺ കൊണ്ട് കുത്തിക്കഴിഞ്ഞാലൊന്നും ഇത് എടുക്കാൻ പറ്റില്ല. നല്ല ബലമുള്ള സ്പൂൺ കൊണ്ട് മാത്രമേ ഇത് കോരി എടുക്കാൻ പറ്റൂ. അത്രയ്ക്ക് നല്ല സ്ട്രോങ് ആയിട്ട് വരട്ടി ഉണ്ടാക്കിയിട്ടുണ്ട്. അതേപോലെ തേങ്ങാപ്പാലും വെളിച്ചെണ്ണയും വേറെ എന്തൊക്കെയോ കൂടെ ചേർത്ത് കുറേ മെഡിസിൻസ്, അതായത് ശരീരത്തിന് നല്ലതായിട്ടുള്ള ആയുർവേദ സാധനങ്ങളൊക്കെ ചേർത്തിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് പറഞ്ഞു. കഴിച്ചു നോക്കിയപ്പോൾ അടിപൊളി ടേസ്റ്റ് ആട്ടോ. അതായത് ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് നോക്കിയതാണ്. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടതുകൊണ്ട് 2-3 സ്പൂൺ ഞാനങ്ങോട്ട് കഴിച്ചു. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമ്മളിങ്ങനെ കഴിച്ച് തുടങ്ങുമ്പോൾ കുറേ നേരം ചവയ്ക്കാനുണ്ടാവും ഒരു സ്പൂൺ എടുത്തത് തന്നെ. നല്ലൊരു അടിപൊളി ടേസ്റ്റാണ്. മടുപ്പുണ്ടാവില്ല, നല്ല കംഫർട്ടായിട്ട് കഴിക്കാം. എണ്ണയുടെ കുത്തലില്ല, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഇത് സാധാരണ നമ്മൾ പ്രസവിച്ച് കിടക്കുന്നവർക്ക്, അതേപോലെ തന്നെ ആദ്യമായിട്ട് പീരീഡ്സ് അറിയിച്ച പെൺകുട്ടികൾക്ക്, പിന്നെ വണ്ണം കുറവുള്ളവർക്ക്, ബ്ലഡ് കുറവുള്ളവർക്കൊക്കെ ഈത്തപ്പഴ ലേഹ്യം കൊടുക്കുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ അടിപൊളി സാധനം കേട്ടോ. ഉറപ്പായിട്ടും നിങ്ങളെല്ലാവരും ഇതൊന്ന് വാങ്ങണം. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ മാത്രമേ ഇതിൻ്റെ ഗുണം മനസ്സിലാവുള്ളൂ. അമേസിങ് ആണ്. അതുപോലെ ഇനിയൊരു സാധനം ഉണ്ട് കേട്ടോ. ഹെൽത്തി പൗഡർ എന്നാണ് അവരിതിന് പേരിട്ടിട്ടുള്ളത്. ഇത് നട്ട്സ് കൊണ്ടുണ്ടാക്കിയിട്ടുള്ളതാണ്. ഇതിൽ അണ്ടിപ്പരിപ്പുണ്ട്, ബദാമുണ്ട്, പിസ്തയുണ്ട്, പിന്നെ കടലയുണ്ട്, പിന്നെ എള്ളുണ്ട്, വേറെ എന്തൊക്കെയോ ഉണ്ട്. പക്ഷെ ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്താണെന്നറിയോ? ഇതിൽ പഞ്ചസാര അവർ ചേർത്തിട്ടില്ല. പഞ്ചസാരയ്ക്ക് പകരം കൽക്കണ്ടം ചേർത്തിട്ടുണ്ട്. പിന്നെ മധുരം വേണ്ടാത്തവർക്ക് മധുരം ഇല്ലാത്തതും കൊടുക്കും. അതുപോലെ തന്നെ മധുരം വേണം പക്ഷെ പഞ്ചസാര ആവരുത് എന്നുള്ളതുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് അതിന് വേണ്ടിയിട്ടുള്ള സംവിധാനമൊക്കെ അവർ ഒരുക്കിയിട്ടുണ്ട്. അടിപൊളിയായിട്ടുണ്ട്. ഇത് മാത്രമൊന്നുമല്ല കേട്ടോ, അവരുടെ പ്രോഡക്റ്റ് പ്രസവരക്ഷാ മരുന്നുണ്ട്. അത് ഭയങ്കര അടിപൊളിയാണെന്ന് എൻ്റെ കൂടെ വേറൊരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ കൂടെ പഠിച്ച ഒരു കുട്ടി ഡെലിവറി കഴിഞ്ഞപ്പോഴത്തേക്ക് അവരുടെ കയ്യിൽ നിന്ന് ആ ഒരു സാധനം വാങ്ങിയിട്ടുണ്ടായിരുന്നു. വളരെ നല്ലതാണെന്ന് പറഞ്ഞു. എനിക്ക് പിന്നെ ഇപ്പോൾ ഞാൻ പ്രസവിച്ചിട്ടില്ലല്ലോ, അതുകൊണ്ടാണ് ഞാനത് വേണമെന്ന് പറയാത്തത്. അപ്പോൾ പ്രസവരക്ഷാ മരുന്ന് വേണമെന്നുണ്ടെങ്കിലും ഈ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ കയ്യിൽ നിന്ന് നിങ്ങൾക്കത് വാങ്ങാൻ പറ്റും കേട്ടോ. ഇതിൻ്റെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ മക്കൾക്ക് എങ്ങനെയാണ് ഫുഡ് ഉണ്ടാക്കൽ? നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന സ്നേഹം, കരുതൽ, ഏറ്റവും നല്ല സാധനം കൊണ്ടാവണം. ഇതെല്ലാം നമ്മൾ ശ്രദ്ധിച്ചിട്ടല്ലേ നമ്മൾ അവർക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കൽ. അപ്പോൾ അതേപോലെ വളരെ ശ്രദ്ധിച്ച് നമ്മുടെ ഉള്ളിൽ നിന്ന് ആ ഒരു സ്നേഹവും കൂടെ ചേർത്തിട്ടാണ് അവർ ഓരോ പ്രൊഡക്റ്റും ഉണ്ടാക്കിയിട്ടുള്ളത്. ഒരു പ്രാവശ്യം നിങ്ങൾക്കത് കഴിച്ച് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു സ്നേഹം ഫീൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഉമ്മമാരുടെ സ്നേഹം വീണ്ടും വീണ്ടും ഫീൽ ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക്, ഇനി നിങ്ങളൊരു ഉമ്മയാണെങ്കിൽ നിങ്ങളുടെ സ്നേഹം ഒട്ടും തന്നെ കുറയാണ്ട് നിങ്ങളുടെ മക്കൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് തീർച്ചയായിട്ടും ചൂസ് ചെയ്യാം. ഹോംലിയാണ്, വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതാണ്.
വളരെ നന്നായിട്ട് ഉണ്ടാക്കുന്നതാണ്, നല്ല ടേസ്റ്റിയാണ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. 100% ഞാൻ റെക്കമെൻഡ് ചെയ്യും. അപ്പോൾ ഓക്കെ, ആവശ്യമുള്ളവരെല്ലാം താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ വാങ്ങിക്കോളൂ കേട്ടോ. താങ്ക്